വീണ്ടും വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ മുസ്ലിം ലീഗിനെതിരെ ആരോപണവുമായി പെരിന്തൽമണ്ണയിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ. പെരിന്തൽമണ്ണയിലെ സ്ട്രോങ് റൂമിനകത്ത് നിന്നും ബാലറ്റ് പെട്ടി മാറ്റിയത് ഗുരുതരമായ തെറ്റ്. ബാലറ്റ് പെട്ടി നഷ്ടപ്പെട്ടാൽ അതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിം ലീഗാണെന്നും KPM മുസ്തഫ പറഞ്ഞു. ഉറച്ച കോട്ടയായ പെരിന്തൽമണ്ണ നിലനിർത്താൻ മുസ്ലിം ലീഗ് എന്ത് കളിയും കളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് KPM മുസ്തഫ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അട്ടിമറിയും ഗൂഢാലോചനയൊക്കെ ഉണ്ടാവാൻ വളരെ സാധ്യത ഉള്ളൊരു കേസായതുകൊണ്ടും ആ സംശയം എനിക്ക് ബലപ്പെട്ടതുകൊണ്ടുമാണ് നമ്മൾ ഇത് ഉടൻ തന്നെ ഇവിടുന്ന് മാറ്റണം, ഇത് ഹൈക്കോടതിയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റണം എന്ന അപേക്ഷ നമ്മൾ കൊടുക്കുന്നതിന് ആകെ ഒരു കാരണം കൊണ്ട് അതിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ എഫക്റ്റ് 100% വരാൻ പോകുന്നത് എനിക്കാണ്. ബാലറ്റ് പെട്ടി സ്ട്രോങ് റൂമിനകത്ത് നിന്നും മാറ്റിയത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് തനിക്ക് സംശയമുണ്ട്. നേരത്തെ സുരക്ഷാ വീഴ്ച സംശയിച്ചതിനാലാണ് ബാലറ്റ് പെട്ടി കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പ് കേസ് നീട്ടിക്കൊണ്ടുപോകുക എന്നതാണ് മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത്. ഇക്കാര്യത്തിൽ തനിക്ക് സംശയവും ആശങ്കയുമുണ്ടെന്നും KPM മുസ്തഫ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ക്രമനമ്പർ മാത്രമല്ല, അധിക എണ്ണത്തിലും അറ്റസ്റ്റിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യാത്തതാണ് കേട്. അല്ല അദ്ദേഹം മനഃപൂർവ്വമായിരിക്കുമല്ലോ അദ്ദേഹം. ഞങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഒപ്പിടണം, ഇവിടെ ഒരു സീൽ വെക്കണമെന്ന്. അയാൾ ചെയ്യുന്ന പണിയാണുള്ളത്. പിന്നെ ഈ ഡിക്ലറേഷൻ ഫോം പറഞ്ഞാൽ ഈ 80 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾ നിരക്ഷരാണ് 90% ആളുകളും. കുറേ പഴയ കാലഘട്ടത്തിൽ ആളുകളല്ല, അന്ന് സ്കൂളിൽ പോക്കൊക്കെ കുറവാണ്. അവരോടൊരു ഡിക്ലറേഷൻ ഫോമൊക്കെ കൊടുത്ത് കണ്ണും കൂടി കാണാത്ത ആൾക്കാരോട് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ മുകളിൽ എഴുതിയതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി വെരിഫൈ ചെയ്തിട്ട് വേണം ഇയാൾ ഒപ്പിടാൻ. അപ്പോൾ ഈ മുകളിലെ നമ്പർ തെറ്റിയാൽ പോലും ഇയാൾ ഉത്തരവാദിയാണ്. അതിനാണ് അയാളൊരു അറ്റസ്റ്റിംഗ് ഓഫീസർ അതിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ ഒപ്പിടാഞ്ഞാൽ ഇത് ഇൻവാലിഡ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയം നോക്കി എനിക്ക് വേണമെങ്കിൽ അത് ഇൻവാലിഡ് ആക്കാം. അപ്പോൾ അത് രാഷ്ട്രീയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗ് തനിക്കെതിരെ നടത്തിയത് ശക്തമായ പ്രചരണമായിരുന്നു. അപവാദ പ്രചരണം പോലും അവർ നടത്തി. വെൽഫെയർ പാർട്ടിയുടെ വോട്ടും അവർക്ക് ലഭിച്ചു. എന്നിട്ടും 38 വോട്ടിന് മാത്രമാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. തപാൽ വോട്ട് കൂടി എണ്ണിയാൽ അത് അവർക്ക് നഷ്ടപ്പെടാമെന്ന സ്ഥിതിയാണ്. പെരിന്തൽമണ്ണ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. ആ മണ്ഡലം നിലനിർത്താൻ മുസ്ലിം ലീഗ് എന്ത് കളിയും കളിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ലീഗ് എങ്ങനെയൊക്കെ ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്ത സ്ഥലമാണ്. തങ്ങമ്മരെന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇൻചാർജായി ഏറ്റെടുത്ത് ഇല്ല കുടുംബയോഗങ്ങളിലൊക്കെ അവരെന്നെ പങ്കെടുത്ത് അങ്ങനെ അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് അവർ നടത്തിയ ഒരു ഇലക്ഷനാണ്. ഇങ്ങനെയൊക്കെ നടത്തിയിട്ടും ഇപ്രാവശ്യം വെൽഫെയർ പാർട്ടിയും കൂടി അവരുടെ കൂടെ ഉണ്ട്. പണ്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്പ്ലിറ്റ് ആയിരുന്നു, കുറേ UDF-നും LDF-നും കിട്ടിയിരുന്നു. ഇപ്രാവശ്യം പൂർണ്ണമായിട്ടും അവരുടെ കൂടെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വോട്ടുള്ള സ്ഥലമാണ് അവർക്ക്. ഇത്രയൊക്കെ ഒരു ശക്തിയിൽ അവർ ഫൈറ്റ് ചെയ്തിട്ടും അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവർ 38 വോട്ടിൽ നിൽക്കുകയാണ്. ഇത് എണ്ണിയാൽ ചിലപ്പോൾ അവർ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ അവരെന്തും ചെയ്യാം. കാരണം അത് അവരെ എത്ര കാലങ്ങളായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. ആകെ ഒരു തവണയാണ് ശശികുമാർ ജയിച്ചത് കുറേ കാലത്തിന് ശേഷം. UDF-ൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് പെരിന്തൽമണ്ണ. അപ്പോൾ അതിന് ഒരിളക്കം തട്ടാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല. അപ്പോൾ അവർ എന്ത് കളി കളിക്കും, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് നിലനിർത്തൽ അവരുടെ ആവശ്യമാണ്. ബാലറ്റ് പെട്ടിയിലെ 348 വോട്ടുകൾ എണ്ണിയാൽ തനിക്ക് വിജയപ്രതീക്ഷയുണ്ട്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നടന്നത് ഒരു വോട്ടറുടെ അവകാശം ഹനിക്കുക എന്ന നിലപാടാണ്. ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഏതാളുകളുടെയും വോട്ട് നഷ്ടപ്പെടുത്താമെന്ന സ്ഥിതിയാണ് അവിടെയുണ്ടായത്. ഇത് മറികടക്കാൻ നിയമം അനിവാര്യമാണ്. ഉദ്യോഗസ്ഥർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വമാണ് ഉദ്യോഗസ്ഥർ അതിൽ ഒപ്പിടാതിരുന്നതെന്നും മുസ്തഫ കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കി. 348 തപാൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സ്വതന്ത്രനായിരുന്ന KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഈ വരുന്ന ഹൈക്കോടതിയുടെ വിധികൾ എന്തായിരിക്കുമെന്നുള്ളതിലാണ് KP മുഹമ്മദ് മുസ്തഫയുടെ പ്രതീക്ഷ. ഈ വിഷയത്തിൽ നിയമ പോരാട്ടവുമായി ഏതറ്റം വരെ പോകുക എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.